Hi dears, how are you? I think all of you fine. Today we are discuss Unit 3 Food and its nutrients. Unit 3-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുഡിനെ കുറിച്ചിട്ട് ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ടുകൾ ഇൻട്രൊഡക്ഷൻ, ഫുഡ്, ന്യൂട്രിയൻസ്, കോമ്പോണൻസ് ഓഫ് ഫുഡ് ആൻഡ് മാൽന്യൂട്രീഷൻസ്. Food is essential for all living things. Food is a necessary element for sustaining life. ജീവൻ നിലനിർത്താൻ എല്ലാ ജീവജാലങ്ങൾക്കും ഫുഡ് ആവശ്യമാണ്. വൺ കനോട്ട് ലൈവ് ലോങ് വിത്തൗട്ട് ഫുഡ്. ഭക്ഷണമില്ലാതെ ഒരാൾക്കും അധികകാലം എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ സാധിക്കില്ല. വി ഈറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് നോ മാറ്റർ വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് എ മൈക്രോന്യൂട്രിയൻ ദാറ്റ് ഗീവ് us health and vitality. So we should eat food items that provide all kind of nutrient and protect our health. നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള എന്ത് കഴിക്കും, ഫുഡ് കഴിക്കും അല്ലേ. ഈ ഫുഡിലെല്ലാം മൈക്രോ ന്യൂട്രിയൻസ് എന്നുള്ളൊരു കണിക അടങ്ങിയിട്ടുണ്ട്. ആ ഒരു മൈക്രോ ന്യൂട്രിയൻസാണ് നമുക്ക് നല്ല എനർജിയും നല്ല ഉന്മേഷമൊക്കെ തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആരോഗ്യവും ഉന്മേഷവും തരുന്ന നല്ല ഫുഡ് നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ഫുഡ്. ഫുഡ് ഈസ് ദ തിങ്സ് ദാറ്റ് ആർ കൺസ്യൂംഡ് ടു ബെനിഫിറ്റ് ദ ബോഡി. ശരീരത്തിന് ഗുണം ചെയ്യുന്ന വസ്തുക്കളാണ് ഫുഡ്. അവർ ബോഡീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മെനി എലമെൻറ്റ്സ് ദാറ്റ് കം ഫ്രം ദ ഫുഡ് വി ഈറ്റ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നിരവധി ഘടകങ്ങൾ ചേർന്നതാണ് എന്ത്, നമ്മുടെ ശരീരം. വി ഈറ്റ് ഫുഡ് നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ഹങ്കർ ബട്ട് ആൾസോ ഫോർ മെനി അതർ ബോഡിലി ഫങ്ഷൻസ്. നാം കഴിക്കുന്ന ഭക്ഷണം വിശപ്പടക്കാൻ മാത്രമല്ല മറ്റു പല ശാരീരിക പ്രവർത്തനങ്ങൾക്കും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് ഫുഡ്, ഫുഡിൻ്റെ ധർമ്മങ്ങൾ. ഫസ്റ്റ് പോയിന്റ്, ഫുഡ് ഗേവ് us പവർ ഓർ എനർജി ടു ഡു വർക്ക്. ഭക്ഷണം നമുക്ക് ജോലി ചെയ്യുവാനുള്ള ശക്തിയും ഊർജ്ജവും നൽകുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഫുഡ് നൗറിഷസ് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂ ഡാമേജ്. ഭക്ഷണം നമ്മുടെ ശാരീരിക വളർച്ചയെ പരിപോഷിപ്പിക്കുകയും നമ്മുടെ ടിഷ്യൂസിൽ കോശങ്ങൾക്ക് വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, ഫുഡ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി നമുക്ക് നൽകുന്നുണ്ട്. ഫോർത്ത് പോയിന്റ്, ഫുഡ് റെഗുലേറ്റ് ബോഡിലി ഫങ്ഷൻസ്, ശാരീരിക പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ഫുഡ് ഹെൽപ്സ് ടു സപ്പേഴ്സ് ഹങ്കർ, നമുക്ക് വിശപ്പടക്കാനും എന്തുണ്ട്, ഫുഡ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് പോയിന്റ്സ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഫുഡ് ഗീവ് us പവർ ഓർ എനർജി ടു ഡു വർക്ക്, ഫുഡ് നൗറിഷസ് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂ ഡാമേജ്, ഫുഡ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി, ഫുഡ് റെഗുലേറ്റ് ബോഡിലി ഫങ്ഷൻസ്, ലാസ്റ്റ് പോയിന്റ്, ഫുഡ് ഹെൽപ്സ് ടു സപ്രസ് ഹങ്കർ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ന്യൂട്രീഷണൽ സയൻസ്. Nutritional science deals with the changes that the food we eat has on our bodies. ന്യൂട്രീഷണൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിൽ വെച്ചുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്, ന്യൂട്രീഷണൽ സയൻസ്. ഫുഡ് കണ്ടെയ്ൻസ് വേരിയസ് കെമിക്കൽ കോമ്പോണൻസ് കോൾഡ് ന്യൂട്രിയൻസ്. ഭക്ഷണത്തിൽ പോഷകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന വിവിധ രാസഘടകങ്ങൾ എന്തുണ്ട്, അടങ്ങിയിട്ടുണ്ട്, ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. In other words, nutrients in food are the invisible chemical components that play an important role in maintaining our health. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭക്ഷണത്തിലെ പോഷകങ്ങൾ നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാനുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന അദൃശ്യ കണങ്ങളാണ്. They are known by many names. പക്ഷേ ഇത് പല പേരുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, somehow these nutrients are found in a mixture in all food. ഒരുവിധം എല്ലാ ഭക്ഷണത്തിലും ഈ പോഷകങ്ങൾ സമ്മിശ്രമായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട്. therefore when we eat we get a variety of nutrients together. സോ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് പലതരത്തിലുള്ള പോഷകങ്ങൾ നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്നുണ്ട്. each of these nutrients play a unique role in our health. ഇങ്ങനെ ലഭിക്കുന്ന ഓരോ പോഷകങ്ങളും നമ്മുടെ ആരോഗ്യ പരിപാലനത്തിൽ യുണീക്കായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ന്യൂട്രിയൻറ്റ് കോമ്പോണൻസ് ഓഫ് ഫുഡ്. ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്രോട്ടീൻ. പ്രോട്ടീൻസ് ആർ നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. Protein is found throughout the body in muscle, bone, skin, hair and every other body parts or tissue. ശരീരത്തിലുടനീളം പേശികൾ, അസ്ഥികൾ, സ്കിന്ന്, ഹെയർ, അതുപോലെ ടിഷ്യൂസ്, ഇതിലെല്ലാം എന്ത് കാണപ്പെടുന്നുണ്ട്,
പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട്. ദീസ് ആർ 2 കാറ്റഗറി ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? അനിമൽ ആൻഡ് പ്ലാനറ്റ് ബേസ്ഡ്, ജന്തുജന്യമായതും സസ്യജന്യമായതും. അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ ഇൻക്ലൂഡ് മീറ്റ്, എഗ്, ഫിഷ്, മിൽക്ക്, ചീസ്, കേർഡ് ആൻഡ് പനീർ എക്സെട്ര. The protein that come from planet include all type of legumes and grains, peas, soya beans, peanut and cashew nut, etc. അതായത് സസ്യജന്യമായിട്ടുള്ള ഉദാഹരണമാണ് ഏതൊക്കെയാണ്? പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, സോയാബീൻസ്, പീനട്ട്, കാഷ്യൂനട്ട്. ഓക്കെ. പ്രോട്ടീൻ ഈസ് പെർഫോമിങ് ഫിസിക്കൽ ഫങ്ഷൻസ് സച്ച് ആസ്. പ്രോട്ടീൻ ഒരുപാട് ഫിസിക്കൽ ഫങ്ഷൻസിനെ എന്തുണ്ട്? സഹായിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹെൽപ്പിംഗ് ദ ബോഡി ബിൽഡ് ന്യൂ സെൽസ്. നമ്മുടെ ശരീരത്തിലെ പുതിയ സെല്ലുകളുടെ നിർമ്മിതിക്ക് എന്തുണ്ട്? സഹായിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, റിപ്പയറിങ് ഓൾഡ് സെൽ ആൻഡ് മേക്കിംഗ് ദം ഫങ്ഷൻ. പഴയ കോശങ്ങളുടെ ഓൾഡ് കോശങ്ങളുടെ കേടുപാടുകളുണ്ടെങ്കിൽ അവയെ പ്രവർത്തനക്ഷമമാക്കുന്നുണ്ട്. ദെൻ തേർഡ് പോയിന്റ്, ഹെൽപ്പിംഗ് ദ ഹീൽ വൂൺസ്. മുറിവുകൾ ഉണങ്ങാൻ എന്തുണ്ട്? സഹായിക്കുന്നുണ്ട് പ്രോട്ടീൻ. ദ ലാസ്റ്റ് പോയിന്റ്, പ്രൊവൈഡിങ് എനർജി ടു ദ ബോഡി ഫോർ ബ്ലഡ് പ്രൊഡക്ഷൻ, എൻസൈം ആൻഡ് ഹോർമോൺസ്. രക്തോൽപാദനത്തിനും എൻസൈമുകൾ, ഹോർമോണുകൾ എന്നിവയുടെ ഉൽപാദനത്തിനൊക്കെ എന്തുണ്ട്? സഹായിക്കുന്നുണ്ട് പ്രോട്ടീൻസ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പ്രോട്ടീൻസ് നമ്മളുടെ ഒരുപാട് ഫിസിക്കൽ ഫങ്ഷൻസിന് എന്തുണ്ട്? സഹായിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഹെൽപ്പിംഗ് ദ ബിൽഡ് ന്യൂ സെൽസ്, റിപ്പയറിങ് ഓൾഡ് സെൽസ് ആൻഡ് മേക്കിംഗ് ദം ഫങ്ഷണൽ, ഹെൽപ്പിംഗ് ടു ഹീൽ വൂൺസ്, പ്രൊവൈഡിങ് എനർജി ടു ദ ബോഡി ഫോർ ബ്ലഡ് പ്രൊഡക്ഷൻ, എൻസൈം ആൻഡ് ഹോർമോൺസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 3 ഫുഡിനെ കുറിച്ച് പറഞ്ഞു. ഫങ്ഷൻസ് ഓഫ് ഫുഡ്, ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ന്യൂട്രീഷണൽ സയൻസ് ആൻഡ് ന്യൂട്രിയൻറ്റ് കോമ്പോണൻസ് ഓഫ് ഫുഡിലെ പ്രോട്ടീനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.